പെരിന്തൽമണ്ണയിലെ സന്നദ്ധ പ്രവർത്തകനായ മുഹമ്മദ് ഷബീറിന് ഒരു ഫോൺ കോൾ വരികയാണ്. ഷബീർക്ക, ദാ നമ്മുടെ പള്ളിയുടെ പിറകുവശത്തെ മരത്തിൽ ഒരു കൊച്ചിയുടെ കൊക്ക് ഇങ്ങനെ കുടുങ്ങി പിടയുകയാണ്, ഒന്ന് വേഗം വരണേ. ഇതായിരുന്നു ഒരു കൊച്ചു ശബ്ദത്തിൽ പറഞ്ഞത്. ആ കുരുന്നുകളുടെ സന്ദേശത്തിന് പിന്നാലെ ഷബീറും സംഘവും ഓടിയെത്തുകയായിരുന്നു. അങ്ങനെ എത്തി മരത്തിന് മുകളിലേക്ക് വലിഞ്ഞു കയറി ഒരു രക്ഷാപ്രവർത്തനം. കുടുങ്ങിക്കിടന്ന പക്ഷിക്ക് പുതുജീവനേകി. പാതിരാത്രിയിൽ നടന്ന ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ കഥയിലേക്കാണ്. ഒരു കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു സന്ദേശം നൽകി, അത് കേട്ട് ഓടിയെത്തി ഒരു പക്ഷിക്ക് പുതുജീവൻ നൽകിയ കുറച്ച് ചെറുപ്പക്കാർ. ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകൻ വൈറ്റ് ഗാർഡിന്റെ ഒക്കെ ഷബീറാണ് എന്താണ് ഈ രക്ഷാപ്രവർത്തന കഥയെന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞത്. നമ്മള് നോമ്പൊക്കെ ആയതുകൊണ്ട് MES ഫുഡ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കുട്ടികൾ ഫോണിൽ വിളിച്ചു. ഇങ്ങനെ ഒരു കൊറ്റി തൂങ്ങി കിടക്കണം, അതിന്റെ ചുണ്ടില് ഒരു വള്ളിയിൽ കുടുങ്ങി കിടക്കാണ്, അതിനെങ്ങനെയും നിങ്ങൾ രക്ഷിക്കോ വെച്ചിട്ടാണ് വിളിച്ചത്. അപ്പൊ ഞാൻ അവരടുത്ത് പറഞ്ഞു, നിങ്ങൾ അതിന്റെ ഒരു ജസ്റ്റ് ഫോട്ടോ വീഡിയോ ഒന്ന് അയച്ചു ചോദിച്ചു. അങ്ങനെ ഉടൻ തന്നെ അവര് ഒരു വീഡിയോ അയച്ചു തന്നു. അപ്പോൾ നമ്മൾ കണ്ടു ആ കൊറ്റി ഇങ്ങനെ പെടയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് വന്നു കഴിഞ്ഞ് ഇവരെ വിളിച്ചപ്പോ ഈ ഫോണ് വേറൊരാൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടിയോള് ഈ ഒരു രംഗം കണ്ടിട്ട് അവർക്ക് അതിൽ ഭയങ്കര വിഷമം തോന്നിയിട്ടാണ് നമ്മൾ വിളിച്ചു പറയുന്നത്. അങ്ങനെ അയാൾ പറഞ്ഞു, എനിക്കറിയില്ല, പള്ളിയുടെ ബാക്കിൽ ഒരു മരത്തുന്നുണ്ടായിരുന്നു, അപ്പൊ കുട്ടികൾ വിളിച്ചാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ടെൻഷൻ അടിച്ച് മരം നോക്കിയിട്ട് കാണാതെ ഇങ്ങനെ നിന്നു. അങ്ങനെ വേറൊരു ഇവിടുത്തെ ഒരാള് പിന്നെ ഞങ്ങളെ ഫോണിൽ വിളിച്ചിട്ട് ഇന്ന ലൊക്കേഷനാണെന്ന് പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ആ മരത്തിൽ പോയി. കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു, ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും മുകളിൽ വള്ളിയിലാണ് ഇത് കുടുങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സിറാജ്, ഞങ്ങളുടെ കൂടെയുള്ള സിറാജ് മരത്തിന്റെ മുകളിൽ കയറി അതിൽ കയറിൽ തൂങ്ങിയിട്ടാണ് അതിനെ എടുക്കുന്നത്. താഴത്ത് എടുത്തുകൊണ്ട് വന്നപ്പോൾ അതില് നമ്മുടെ ഹെഡ് മാസ്ക് ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിന്റെ, അതിന്റെ വള്ളി കുടുങ്ങിയിട്ട് അത് ചുറ്റിക്കിടക്കായിരുന്നു. അങ്ങനെ തല കൊടിഞ്ഞ മട്ടത്തിലായിരുന്നു, ജീവനൊന്നും തീരെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളത് കയ്യിലെടുത്ത് അതിന് വേണ്ട സമയത്ത് CPR കൊടുത്തു. നമ്മൾ അതിന് ബ്രീത്തൊക്കെ കൊടുത്തതിന് ശേഷം അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പെടഞ്ഞു. പിന്നെ നിലത്ത് വെച്ചപ്പോൾ കുറച്ചൊന്ന് ഓടി. വീട്ടിൽ അതിന് വെള്ളമൊക്കെ കൊടുത്ത് ഒരു കൂട്ടിലാക്കി വേണ്ട ശുശ്രൂഷകളൊക്കെ കൊടുത്തു. അങ്ങനെ രാവിലെ ആയപ്പോ അവര് പറന്നുപോയി. അപ്പൊ ഭയങ്കര സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പക്ഷിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ അതിന്റെ ഉപരി ഈ കുട്ടികള് നമ്മൾ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു ഇൻസിഡന്റ്, ഇന്നൊരു സംഭവം നടന്നിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ രക്ഷിക്കും എന്നുള്ളത്. അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് ഇത്തരം കാര്യങ്ങൾ നമ്മളെ അറിയിക്കാൻ ഒരാളുണ്ടാവുക പറഞ്ഞത് ഏറ്റവും വലിയ ഘടകമാണ്. രാജാണ് മുകളിലേക്കൊക്കെ കയറി ഒരു സാഹസികമായ രക്ഷാപ്രവർത്തനമായിരുന്നു അല്ലേ? ഞാന് പൊതുവെ മരം മുറിക്കുന്ന പണിയാണ് ചെയ്യാറുള്ളത്. ഒരു 1.5 വർഷമായിട്ട് ഷബീർഖാന്റെ കൂടെ ഉണ്ട്. ആള് വിളിക്കും, നമ്മൾ വരും, നമ്മളെ കൊണ്ട് കഴിയണ മാക്സിമം ചെയ്തു കൊടുക്കും. ഈ കൊച്ചു മിടുക്കരാണ് ആദ്യം ഫോണിൽ വിളിച്ച് ഒരു സന്ദേശം ഇറങ്ങി. എങ്ങനെയാണ് ഇത് കണ്ടത്, ഇവരെ വിളിച്ചു പറയുന്നൊക്കെ? അത് ഷബീറാക്കിന്റെ വീഡിയോ എപ്പോഴും കാണുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പൊ ഇങ്ങനെ നമ്പർ ഇൻസ്റ്റാഗ്രാമിൽ എടുത്തുകൊണ്ട് വിളിച്ചതാ. എന്തായാലും അങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ഈ കുരുന്നുകൾ വെറുതെ ഇരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ തന്നെ അറിയിക്കേണ്ടവരെ അറിയിച്ചു, അതിനുള്ള ഫലവും കണ്ടു എന്നുള്ളത് തന്നെയാണ്. ഓരോന്നും ജീവനല്ലേ എന്നുള്ളവരുടെ ചോദ്യത്തിലുണ്ടല്ല. അനീസ് തോട്ടക്കാരനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അരുൺ അമൃതനാഥ് തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അരുൺ, ആ കുഞ്ഞുങ്ങൾ കാണിച്ച ജാഗ്രതയിൽ നിന്നല്ലേ ഒരു ജീവൻ തിരികെ പിടിക്കാൻ പറ്റിയത്? അപ്പോൾ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട്, അതിൽ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്ന് വിളിച്ചാലോ എന്ന കൊച്ചു കുഞ്ഞുങ്ങളാണ്, വേണമെങ്കിൽ അവർക്കത് നോക്കിയിട്ട് അയ്യോ ഒരു പാവം എന്നുള്ള രീതിയിൽ അവർക്കത് വിട്ടുകളയാം. അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തൊരു വിധത്തിലാകാം. കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അവർ കൃത്യസമയത്ത് ജാഗ്രത കാണിച്ചു, വിളിക്കുന്നു. അങ്ങനെയാണ് ഷബീറും സംഘവും പാഞ്ഞെത്തുന്നതും ഒരു ജീവൻ രക്ഷിക്കുന്നതും. ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞതുപോലെ രക്ഷിച്ചെടുത്തല്ലോ എന്ന് പറഞ്ഞ് വിട്ടുകളയുകയില്ല. അവരുടെ സന്തോഷം ഒരു ജീവൻ തിരികെ പിടിച്ചപ്പോൾ എത്രത്തോളം ഉണ്ട് എന്നവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പൂജ, ഒരു മലയാള ചിത്രത്തിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഒരു നോ ആണ് പറയുന്നതെങ്കിൽ ഏതൊരു ദിവസത്തെയും പോലെ അത് കടന്നു, പക്ഷേ ഒരു യെസ് ആണെങ്കിൽ ആ സംഭവം തന്നെ മാറ്റി മറിക്കുമെന്നൊക്കെ പറഞ്ഞ പോലെ അതുപോലെയായിരുന്നു ഷബീറിൻ്റെ ഒരു യെസ് ആ കുരുന്നുകളെ സംബന്ധിച്ച്. ആ കുരുന്നുകൾ അതിലെ പോകുമ്പോഴാണ് ഇത്തരത്തിൽ ആ ഒരു പക്ഷി ഇങ്ങനെ വള്ളിയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. അതിൻ്റെ ചുണ്ടുൾപ്പെടെ അങ്ങനെ കെട്ടി കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ ഷബീർ സന്നദ്ധ പ്രവർത്തനമാണ്, സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ശ്രദ്ധേയനാണ്. അപ്പോൾ നമ്പർ ഒപ്പിച്ചിട്ട് വിളിക്കുകയാണ് ഷബീറിനെ. അങ്ങനെ വിളിച്ചു. ഷബീർ ഫോൺ എടുക്കുന്നത് ആരാ എന്താണെന്നൊന്നും അറിയില്ല. എങ്ങനെ മലപ്പുറം ഭാഷയിൽ പറയാം, ഷബീറാക്ക അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ് കഥ. അങ്ങനെ ഷബീർ കേട്ടു. ഷബീർ വരാൻ സന്നദ്ധമായി എന്നുള്ളത് തന്നെയാണ്. കാരണം മറ്റ് ഒരുപാട് ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ പോലും ആ കുട്ടികൾ പറഞ്ഞ കാര്യം ഗൗരവത്തിലെടുത്ത് ഷബീർ അവിടേക്ക് എത്തുന്നു. ഷബീറും സംഘവും കൂടെ എത്തി. സിറാജ് എന്ന് പറയുന്ന ഒരു യുവാവാണ് ഇതിന് മുകളിലേക്ക് കയറുന്നത്. സാഹസികമായി രാത്രിയാണ് സംഭവം. 10-10:30 കൂടിയാണ് രക്ഷാപ്രവർത്തനം. മുകളിലെത്തി ഈ
പക്ഷിയെ അവർ പറഞ്ഞ പോലെ തന്നെ കൊക്കിനെ രക്ഷപ്പെടുത്തി പിറ്റേന്നാണ് പറഞ്ഞയക്കുന്നത്. അത് പൂർണ്ണ ആരോഗ്യവാനായിട്ട് പോയി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരം കാഴ്ചകൾ നമ്മൾ ഇനിയും ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കണം എന്ന് എപ്പോഴും തത്സമയ റിപ്പോർട്ടിൽ പറയുന്ന പോലെ തന്നെ ഒരു അധ്യായം കൂടെ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. അത് ഈ കാഴ്ചകൾ ഇനിയും ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. ഓക്കെ ഓക്കെ